നമസ്കാരം. വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന തലവാചകങ്ങൾ. വികാസ് വിഷൻ 2040 ആദിവാസി മെഗാ രേഖ അദാലത്തിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. നിലമ്പൂരിൽ MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഡൽഹി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം. നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. ഉദ്ഘാടനം ചെയ്ത് ആര്യടൻ ഷൌക്കത്ത് MLA. ബാലസുരക്ഷാ സമിതി രൂപീകരണം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര ഉദ്ഘാടനം ചെയ്തു. നാടുകാണി ചുരത്തിൽ മാലിന്യം തള്ളി ലോറി ഡ്രൈവർക്ക് പിഴ ചുമത്തി അധികൃതർ. നടപടിയെടുത്തത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 8 മാസം. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന് ജലം പാഴാകുന്നത് വണ്ടൂർ വാണിയമ്പലത്ത്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ആദിവാസി മെഗാ രേഖ അദാലത്തിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നിലമ്പൂരിൽ അവലോകന യോഗം ചേർന്നു. ഓഗസ്റ്റ് 2 മാനവേദന സ്കൂളിലാണ് മെഗാ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. യോഗം ആര്യടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് ഈ പറയുന്ന അടിസ്ഥാന രേഖകൾ പലതും ഇല്ലാത്തത് കൊണ്ട് പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷവും അത് നമുക്ക് നേടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മൾ ഒരൊറ്റ മനസ്സായി നിന്നാൽ ഇപ്പൊ എല്ലാ കലക്ടറും ഇപ്പൊ നമ്മുടെ തഹസിൽദാർ തന്നെ നമ്മുടെ യോഗത്തിന് എത്രാമത്തെ തവണ വരുന്ന 3ഓ 4ഓ തവണ അല്ലേ? ഡെപ്യൂട്ടി തഹസിൽദാറും വില്ലേജും നാളെ ഇനി കലക്ടറേറ്റ് ഇതിന്റെ യോഗം. കലക്ടർ എടുക്കുന്ന ഒരു ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എന്താ പറയാ നമ്മളൊരു താല്പര്യം. സബ് കലക്ടർ ഇന്നലെ പ്രത്യേക യോഗം വിളിച്ചു. ഇന്നലെ വിരിഞ്ഞാണ് വില്ലേജ് ഓഫീസറിന് ഓൺലൈൻ യോഗം വിളിച്ചു. അതെന്താന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് NAC കൊടുത്തിട്ടും വില്ലേജിൽ താമസം വരുന്നു എന്നൊരു പരാതി വന്നപ്പോൾ അതിന് സബ് കലക്ടർ പറയുന്ന അതിന് പിറ്റേ ദിവസം തന്നെ കലക്ടർ വില്ലേജ് ഓഫീസർമാരെ യോഗം വിളിച്ചു. തഹസിൽദാർ പറഞ്ഞാൽ മതിയോ? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സത്ത്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, പോത്തുകൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുന്നീസ, വഴിക്കട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ, ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന, അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൊട്ടത്ത്, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിതമോൾ, മുന്തസ് ബാബു, പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ്, തഹസിൽദാർ MP സിന്ധു, ഡെപ്യൂട്ടി തഹസിൽദാർ KP പ്രമോദ്, AEO ജേക്കബ് സത്യൻ, BPC ജയൻ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ അതുൽ റഹ്മാൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ T മധു, മഹിളാ സമാഖ്യ ജില്ലാ കോർഡിനേറ്റർ M റജീന, കീ സ്റ്റോൺ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ശ്യാംജിത്ത്, കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു, KV ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗോത്രവർഗ ഉന്നതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളും ഇതിനോടകം അദാലത്തിന്റെ വിജയത്തിനായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പൊതുജനങ്ങളുടെ പരാതികൾക്ക് വേഗത്തിൽ പരിഹാരം കാണുന്നതിനായി മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനസാക്ഷ്യം അദാലത്ത് ഓഗസ്റ്റ് 1 തീയതി വണ്ടൂരിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട വണ്ടൂർ ഡിവിഷൻ യോഗം വണ്ടൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. വീടുകളിലേക്ക് ഇനി കയറി ചെല്ലുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ ദൂരീകരിച്ച് കിട്ടും, പരാതി ഇല്ലാതായി കിട്ടും. ഈ കിട്ടിയ സുവർണ അവസരം മെമ്പർമാരും ഉപയോഗപ്പെടുത്തണം. അതിന് അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നേതൃത്വം കൊടുക്കണം. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതിന്റെ പൂർണ്ണമായ അറിവുണ്ടാവും. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു അവസരത്തെ ഉപയോഗിക്കണം. ഞങ്ങളിത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ MLAമാരൊക്കെ വിളിച്ചു, മഞ്ഞളാമി വിളിച്ചു, TV വിളിച്ചു. എനിക്ക് വേണം ഞങ്ങളുടെ മണ്ഡലത്തിൽ പോകണം. എന്റെ മണ്ഡലം മുന്നോട്ടി പോലും MLA ഡേറ്റ് വേണം, ഡേറ്റ് വേണം. ഞങ്ങള് ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാർ ആണ്, അദ്ദേഹത്തിന്റെ വകുപ്പാണ് റവന്യൂ. അദ്ദേഹത്തിന്റെ കീഴിലാണ് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുമല്ല റവന്യൂ വകുപ്പിന്റെ ചുമതലയാണ്. സത്യത്തിൽ ജില്ലാതലങ്ങൾക്കാണ് പോലും അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിയാണ് ഹൈക്കോടതി ചെയ്യിച്ചത്.
CNA ഓഡിറ്റോറിയത്തിൽ അദാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 മുതൽ 1:30 വരെ പരാതികൾ സ്വീകരിക്കും. എല്ലാ അദാലത്തുകളിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും 46 വിവിധ വകുപ്പ് മേധാവികളും ഉപമേധാവികളും പങ്കെടുക്കും. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആലിപ്പറ്റ് ജമീല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT അജ്മൽ, ബ്ലോക്ക് പ്രസിഡന്റ് K അമൃത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഷംസുദ്ദീൻ, PR രോഹിൽനാഥ്, KK പുഷ്പവല്ലി, സുമാ താരിയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ഡൽഹി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിലമ്പൂരിൽ യൂത്ത് നൈറ്റ് മാർച്ച് നടത്തി. നിലമ്പൂർ TBയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു. പ്രവീഷ് അമരമ്പലം, അജ്മൽ സൈഫു, മുഹസിൻ ഏനാന്തി, റിയാസ് എടക്കര, ഫൈസൽ മെസി, അർജുൻ, സമീർ പൂക്കോട്ടുംപാടം, കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷെറി ജോർജ്, VT ചെറിയാൻ എന്നിവർ സംസാരിച്ചു. കിഴക്കൻ ഏറനാടിന്റെ വിപ്ലവ വീരനായകൻ കുഞ്ഞാലി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ നടത്തുന്നു. വിവിധയിടങ്ങളിൽ നടത്തുന്ന പരിപാടികളിൽ സംസ്ഥാനത്തെ പ്രമുഖ CPM നേതാക്കൾ പങ്കെടുക്കും. നിലമ്പൂരിന്റെ മുൻ MLAയും കിഴക്കൻ ഏറനാട്ടിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവുമായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ ധീരമായ രക്തസാക്ഷിത്വത്തിന് 57 വർഷം പൂർത്തിയാവുകയാണ്. സഖാവിന്റെ ഈ വർഷത്തെ രക്തസാക്ഷി ദിനം വിപുലമായി ആചരിക്കപ്പെടണമെന്നാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിലമ്പൂർ ഏരിയയിലെ വിവിധ ബ്രാഞ്ച് പ്രദേശങ്ങളിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കൽ, പ്രതിഭകളെ ആദരിക്കൽ, സ്മൃതി സദസ്സുകൾ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഈ മാസം 26, 27, 28 തീയതികളിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ചന്തക്കുന്നിലാണ് നിലമ്പൂർ മേഖലയിലെ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുസമ്മേളനത്തിൽ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സഖാവ് P ജയരാജൻ, SFI-യുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് PM മാർഷോ, CPIM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് VP അനിൽ തുടങ്ങിയവർ പങ്കെടുക്കും. കുഞ്ഞാലിയുടെ 57-ാം രക്തസാക്ഷി വാർഷികമാണ് ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സദസ്സുകൾ, മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ, പ്രതിഭകളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. 26, 27, 28 തീയതികളായി അനുസ്മരണ റാലികൾ നടക്കും. 26-ന് ചുള്ളിയോട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പങ്കെടുക്കും. 27-ന് ചന്തക്കുന്നിൽ P ജയരാജനും കാളികാവിൽ മുൻ നിയമസഭാ സ്പീക്കർ ഷംസീറും പങ്കെടുക്കും. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബാലസുരക്ഷാ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ബാലസുരക്ഷാ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജാഗ്രതാ സമിതികൾ പഞ്ചായത്ത് തലത്തിൽ, പിന്നെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർമാര് ഒരാളുണ്ട്, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൗൺസിലർമാർ, ഇങ്ങനെ രണ്ട് പഞ്ചായത്തിൽ 2 തസ്തികകൾ ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. ബുഷ്ര B അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ M നസീബ എന്നിവർ ബാലസുരക്ഷാ സമിതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദീപ ഹരിദാസ്, KP അനുശ്രീ, CK സുരേഷ്, BDO ഹരീഷ് കുമാർ,
നിലമ്പൂർ SI തോമസ് കുട്ടി, AO ജേക്കബ് സത്യൻ, CDPO ഷാഹിന എന്നിവർ സംസാരിച്ചു. നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപത്തായി പ്ലാസ്റ്റിക് മാലിന്യവും ഭക്ഷണ അവശിഷ്ടവും തള്ളിയ ലോറി ഡ്രൈവർക്ക് പിഴ ചുമത്തി. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ രവിശങ്കർ റെഡ്ഡി കൊന എന്ന ആൾക്കാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ 5000 രൂപ പിഴ ചുമത്തിയത്. നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ PM അയ്യൂബ്, N രാംദാസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ S ശരത് എന്നിവരാണ് ചുരത്തിൽ വെച്ച് വാഹനം തടഞ്ഞ് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപിനാഥും ഹെൽത്ത് ഇൻസ്പെക്ടർ രാഹുലും സ്ഥലത്തെത്തുകയും വനപാലകരുടെ സഹായത്തോടെ മാലിന്യം നിക്ഷേപിച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. മാലിന്യം നിക്ഷേപിച്ച ലോറി ഡ്രൈവറോട് തന്നെ അവ പെറുക്കിയെടുക്കാൻ നിർദ്ദേശിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുകയായിരുന്നു. റോഡരികിൽ മാലിന്യ നിക്ഷേപം കണ്ട് യാത്രക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇയാൾ അത് അവഗണിക്കുകയാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിൽ വനം വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായും അധികൃതർ പറഞ്ഞു. പോരൂർ കുടുംബശ്രീ മോഡൽ CDS സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, നമ്മുടെ ആരോഗ്യത്തെ നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ സ്ലിം ബ്യൂട്ടിയാണ് ഇപ്പോൾ ആവശ്യം. അപ്പൊ എല്ലാവരും ഭക്ഷണം മുടക്കുകയാണ്. അങ്ങനെ അനീമിക്കായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ അതുപോലെ ബേക്കറികൾ കഴിക്കും. സ്കൂളിൽ വന്ന ബേക്കറിയാണ് ആവശ്യം, വേറെ ഒന്നും വേണ്ട. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വന്നാൽ രാവിലത്തെ പലക്കാരത്തേക്ക് അതായിട്ട് കഴിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ബേക്കറിയാണ് ആവശ്യം. എന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇലക്കറികളും എല്ലാം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ താഴത്ത് നിലയുണ്ടായിരുന്നു സംരംഭങ്ങൾ. ഭക്ഷണം, പോഷണം, ആരോഗ്യം, ശുചിത്വം എന്നിവ മുൻനിർത്തി പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടത്തിയത്. CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഡയറിയ രോഗങ്ങളിൽ തടയൽ, ഭക്ഷണം, ചികിത്സ എന്നിവയെക്കുറിച്ച് പൊരൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അമൃത ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാം, MP കല്യാണി, സാമൂഹ്യ ഉപസമിതി കൺവീനർ നിഷ, വസന്ത, കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയർമാർ, അംഗനവാടി ഹെൽപ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. വണ്ടൂർ വാണിയമ്പലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന് ശുദ്ധജലം വൻതോതിൽ പാഴാകാൻ തുടങ്ങിയിട്ട് 8 മാസത്തോളമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി. വാണിയമ്പലം തളിയങ്കുണ്ട് റോഡിൽ HP ഗ്യാസ് ഏജൻസിക്ക് മുന്നിലാണ് റോഡിന്റെ മധ്യഭാഗത്തായി പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. ദിവസേന ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് സമീപത്തെ ഓടയിലേക്ക് ഒഴുകി നശിക്കുന്നത്. പ്രദേശത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ രൂക്ഷമായ ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. റോഡ് തകർച്ചയ്ക്കും രോഗഭീതിക്കും കാരണമായ ഈ വിഷയത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ വണ്ടൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാക്കാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിച്ചു. മാസം പലത് കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. ഏകദേശം 8-9 മാസത്തോളായി നിൽക്കാതെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്നത് 1-2 ദിവസങ്ങളിലായിരുന്നു. ഇപ്പൊ ഡയലി ഇന്നലെ ലീക്ക്, ഇന്നും ലീക്ക്. അപ്പൊ ഞങ്ങൾ ആദ്യപടി എന്നുള്ളവർക്ക് കഴിഞ്ഞ മാർച്ചില് വണ്ടൂര് വാട്ടർ അതോറിറ്റിന്റെ എഞ്ചിനീയർക്കും പിന്നെ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും കംപ്ലൈന്റ് അയച്ചു. 15 ദിവസം കഴിഞ്ഞിട്ടും അതിന് റിപ്ലൈ ഒന്നും വരാത്തപ്പോ ബഹുമാനപ്പെട്ട ഒരു പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ അബ്ബാസാജിന്റെ ലെറ്റർ പേഡിൽ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുത്തു. എല്ലാം രേഖാമൂലം കംപ്ലൈന്റ് കൊടുത്തതും ഒരു റെസ്പോൺസും ഉണ്ടായില്ല. വേനൽക്കാലമായ അവിടെ അഴുക്കുചാല് കെട്ടിക്കടന്ന് മലിന ജലമാണ്, കൊതുകുകൾ പെരുകയാണ്. മഴക്കാലമാകുമ്പോൾ മറ്റേ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ഒലിച്ചു പോവാണ്. അപ്പൊ ഇത് ഈ പ്രതിസന്ധി പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യം നമുക്കുള്ളത്. അങ്ങനെ കടകളെ മുന്നിലാണ് വഴിയാത്രക്കാര് അതിൽ വീണ് പരിക്ക് പറ്റിയാണ്. ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ ഒരു കുഴി കുഴിച്ചു. അത് കംപ്ലൈന്റ് കണ്ടെത്താതെ അവർ മടങ്ങിപ്പോയി. എന്നിട്ട് ആ കുഴിയിലൊരു ബൈക്കാരൻ വീണു. പിന്നെ മെമ്പർ വിളിച്ചു പറഞ്ഞതിന് ശേഷം JCB എന്തോ വന്നാണ്ട് ആ കുഴിയാണ് അടച്ചു. അപ്പോഴും കംപ്ലൈന്റ് അവിടെ നിലയ്ക്ക് തീർന്നിട്ടില്ല. അപ്പൊ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം. അതാണ് ഇവിടെ ആവശ്യം. കംപ്ലൈന്റ് കൊടുത്തിട്ട് കോപ്പികളാണിത്. വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി, വാട്ടർ അതോറിറ്റി വണ്ടൂർ എഞ്ചിനീയർ, ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ.
ഇതുവരെ ഒരു തീരുമാനമാവാത്തതുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നതിന് അടിയന്തരമായി പരിഹാരം വേണമെന്ന് പി നസീം, എം അബ്ബാസ് ഹാജി, കെ ടി കുഞ്ഞാലി, എം ഉനൈസ് എന്നിവർ ആവശ്യപ്പെട്ടു. മമ്പാടിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പും 3ാം ഘട്ട രക്ഷക് കാർഡ് വിതരണവും നടന്നു. KPS കോംപ്ലക്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പന്തലിങ്ങൽ മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷഫീന, രാജേഷ്, രജീഷ് എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KM ഷിജി ക്യാമ്പിന് നേതൃത്വം നൽകി. ജിഷ, സുനു, അശ്വതി, സിബിമോൾ, ജയച്ചേമാരായ ഗോപിക, ജിജി, ആശാപ്രവർത്തകരായ റസിയ, ഹഫ്സത്ത്, സീനത്ത്, സുലൈഖ, മറിയക്കുട്ടി എന്നിവർ പങ്കെടുത്തു. നിലമ്പൂരിൽ സീനിയർ സിറ്റിസൺ സദ്ഗമയ ലൈബ്രറി സംയുക്തമായി ONV അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത മോൾ ഉദ്ഘാടനം ചെയ്തു. പ്രമോഷനോ അല്ലെങ്കിൽ ജ്ഞാനപീഠത്തിനേക്കാളും ഉപരി അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് നമ്മുടെയൊക്കെ മനസ്സിലെന്നുള്ളത്. ഒരു വട്ടം കൂടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യഹൃദയങ്ങളും ഇല്ല. അപ്പൊ അത്രയും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ട ഈ ഒരു അത്രയും കാലങ്ങൾ നമുക്ക് ഇന്നത്തെ പാട്ടുകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ മനസ്സിലും വൈകാരികമായിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ ഇവരുടെയൊക്കെ തുലികയുടെ നിന്ന് വന്നിട്ടുണ്ട്. ചന്തക്കുന്ന് പകൽ വീടിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ K ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സുരേഷ് നടുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പറയുക, സംസാരിക്കുക എന്നുള്ളതല്ല, സംസാരിക്കുന്ന ആളെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുടെ മുന്നിലേ നമുക്ക് സംസാരിച്ചിട്ട് കാര്യം. അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിക്ക 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 എന്ന് കൊണ്ട് 3 പ്രാവശ്യം കാളിദാസൻ എഴുതി. അരസികന്മാരുടെ മുൻപിൽ കവിതയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എന്റെ ശിരസിൽ എഴുതരുത് എഴുതരുത് എഴുതരുത്. ഇവിടെ അരസികന്മാരല്ല, രസികന്മാരുടെ മുന്നിലാണ് അവരോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുക. എവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. കാരണം മലയാള സാഹിത്യത്തിന്റെ, മലയാള കഥന സാഹിത്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പോന്ന ഒരു വജ്ര സൂചി പോലെ മലയാളത്തിൽ ഇന്നും, മലയാളിയുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൊണ്ട് വാക്ക് ഓതുന്നോരുമുക്കൻ എന്നാണ് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞെങ്കിൽ. MT ഇബ്രാഹിം സംസാരിച്ചു. EK മുഹമ്മദ് സ്വാഗതവും കൊമ്പൻ മുഹമ്മദ് ഹാജി നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീത സദസ്സും അരങ്ങേറി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ മമ്പാട് പഞ്ചായത്ത് സമ്മേളനം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി C ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പഞ്ചായത്ത് സെക്രട്ടറി N അശോകൻ പ്രവർത്തന റിപ്പോർട്ടും തങ്കപ്പൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. TP മൂസ സംസാരിച്ചു. KS ഉമ്മർ സ്വാഗതം പറഞ്ഞു. പുതിയ പ്രസിഡന്റായ K മുഹമ്മദ്, സെക്രട്ടറിയായ KS ഉമ്മർ എന്നിവരെ തിരഞ്ഞെടുത്തു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചിംഗ് ജെൻ ആൽഫ ദി ന്യൂ ചലഞ്ച് എന്ന പേരിൽ അധ്യാപകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ പുത്തേൻ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന് അനുയോജ്യമായി നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് ക്ലാസുകൾ മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ സെമിനാർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ബ്രദർ ജോർജ് പുന്നക്കൽ നയിച്ചു. 3 ദിവസം നീണ്ടുനിന്ന സെമിനാർ 2 ദിവസം വിദ്യാർത്ഥികൾക്കും 1 ദിവസം അധ്യാപകർക്കുമായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PY പോളച്ചൻ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിബിൻ ദേവസ്യ നന്ദിയും പറഞ്ഞു. മമ്പാട് GMLP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ LSS വിജയികളെ ആദരിക്കലും പുതിയ സൗണ്ട് സിസ്റ്റത്തിന്റെ ലോഞ്ചിങ്ങും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മുബീന ചോലയിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് മുല്ല മുഹമ്മദ്, SMC ചെയർമാൻ നജീം അഹമ്മദ് എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക മുഹസിന സ്വാഗതവും MTA പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. LSS വിജയികളായ 13ഓളം വിദ്യാർത്ഥികളെ നിലമ്പൂർ AO ജേക്കബ് സത്യൻ മൊമന്റോ നൽകി ആദരിച്ചു. കലാകാരന്മാരുടെ ഗാനവിരുന്നും അരങ്ങേറി. ഇടവേള വീണ്ടും. പ്രധാന വാർത്തകൾ വീണ്ടും.
വികാസ് വിഷൻ 2040 ആദിവാസി മെഗാ രേഖ അദാലത്തിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. നിലമ്പൂരിൽ MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഡൽഹി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം. നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. ഉദ്ഘാടനം ചെയ്ത് ആര്യടൻ ഷൌക്കത്ത് MLA. ബാലസുരക്ഷാ സമിതി രൂപീകരണം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര ഉദ്ഘാടനം ചെയ്തു. നാടുകാണി ചുരത്തിൽ മാലിന്യം തള്ളി ലോറി ഡ്രൈവർക്ക് പിഴ ചുമത്തി അധികൃതർ. നടപടിയെടുത്തത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 8 മാസം. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന് ജലം പാഴാകുന്നത് വണ്ടൂർ വാണിയമ്പലത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.